ഉറക്കപ്പിച്ചാണ് ഗൈസ്. ഞങ്ങളുടെ റൂമിലെ ജനൽ തുറന്നു നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. എന്താ പറയേണ്ടതെന്നറിയില്ല, അത്രയ്ക്ക് അടിപൊളി വ്യൂ ആയിരുന്നു. കോടയൊക്കെ വന്ന് നിന്നിട്ട് നല്ല തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളി. ഇതാണ് നമ്മൾ പറഞ്ഞ ഊട്ടി. എന്താണ് ഊട്ടി? അയ്യോ അടിപൊളിയല്ലേ വ്യൂ കാണാൻ? കോട കണ്ടോ? കോട ചേച്ചി പറ. തണുക്കുന്നൊക്കെ. ഗുഡ് മോർണിംഗ് ഫ്രം കൂരൂർ. ഇവിടുത്തെ രാവിലെ എല്ലാവരും എണീറ്റ് ബാൽക്കണി കൂടി നോക്കുമ്പോൾ വ്യൂ തന്നെ ഇസ് ബ്യൂട്ടിഫുൾ. അഞ്ചു ചേച്ചി കമ്മാണ് വാ. അതെ ഗൈസ്, എല്ലാവരും വ്യൂ കാണാനായിട്ട് വരുവാണ്. നോക്കൂ അഞ്ചു ചേച്ചി എന്താ പറയാനുള്ള വ്യൂ കണ്ടിട്ട്? നല്ല രസമുണ്ട്. പരിയല്ലടാ, കട്ടായി പോയി ഗൈസ്. എണ്ണ ഐസായി പോയിരിക്കും. ഇവരെല്ലാരും എണ്ണ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ കട്ട പിടിച്ച എണ്ണ. വ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞതാ പല്ലൊക്കെ തേച്ചിട്ട് താഴ്ത്തോട്ട് ചെയ്യുന്നു. കിച്ചണിൽ ചെന്നപ്പോൾ അവരോട് ഫുഡ് ഉണ്ടാക്കുക. അവിടെ നിന്ന് ഒരു ചായ മേടിച്ച് കുടിച്ച് പിന്നെ അവരുടെ കൂടെ ഒന്ന് കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ. മഞ്ജു ചേച്ചി ഇഞ്ചി പൊളിക്കുവാണ് ഗായ്സ്. ഭാര്യ ഭർത്താവ് കൂടെ കലങ്ങിയില്ല. അടുക്കളയിൽ നിന്ന് സമയം പോകുന്ന അറിയത്തില്ല. കാരണം പണി ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ വകയുള്ള ട്രോളുകളും കോമഡികളും എല്ലാം ഉണ്ട്. അങ്ങനെ തന്നെ അടുക്കളയിലെ പരിപാടിയൊക്കെ അങ്ങോട്ട് ഫാസ്റ്റ് ആകും. കാരണം എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ എന്തായാലും നടക്കാത്തെ. എങ്ങനെയുണ്ടല്ലോ തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിക്കാനായിട്ട് വന്നിരുന്നു കേട്ടോ. ഇന്ന് നമുക്ക് ചപ്പാത്തിയും കിഴങ്ങ് കറിയുമായിരുന്നു രാവിലെ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങോട്ട് ചായയൊക്കെ കുടിക്കുവാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞ് റൂമിലോട്ട് ചെന്നപ്പോഴേക്കും എല്ലാവരും റെഡിയാകുവാണ്. പിള്ളേരെയും എല്ലാവരെയും ഒക്കെ റെഡിയാക്കി ഞങ്ങളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ചിരിക്കോ? നമ്മൾ വിക്കറ്റ് ചെയ്തിട്ട് പോകുവാണ് ഗൈസ്. അവിടെ ഒക്കെ നോക്കൂ, ഞാനും ശരിക്കും വ്ളോഗ് ഇടുവൊക്കെ ആയിടും. അങ്ങനെ ബാഗും സാധനങ്ങളും എല്ലാം എടുത്ത് വണ്ടിയിലോട്ട് വെക്കാനായിട്ട് പോകുവാണ്. അച്ഛന്മാരെല്ലാവരും കൂടി നമ്മുടെ ഓരോ സാധനങ്ങളെല്ലാം വണ്ടിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ ബാക്കിൽ. നമ്മളിവിടെ തിരിച്ചു പോകുവാണ്. റൂമൊക്കെ വിക്കറ്റ് ചെയ്ത് നമ്മൾ വണ്ടിയിലോട്ട് കയറി. ഇവിടെ റെഡ് അലേർട്ട് പറഞ്ഞേക്കുവാണ്. ഊട്ടിയിൽ കൊടുങ്കാറ്റാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ ഇത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ സീനാവാനുള്ള പിന്നെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇറങ്ങുവാണ് ഇവിടെ നിന്ന്. ഇപ്പോൾ ടൈം 12:16. ഇപ്പോൾ മുട്ടൻ തണുപ്പ്, നല്ല മുട്ടൻ തണുപ്പ്, മഴയുണ്ട്, നല്ല കാറ്റുമുണ്ട്. കൊടുങ്കാറ്റാണ് പറഞ്ഞേക്കുന്നത്. എന്താകുന്ന അവസ്ഥ അറിഞ്ഞുകൂടാ. സോ നമ്മൾ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റുവാണ്. ഇപ്പോൾ സാധനങ്ങളെല്ലാം വണ്ടി കയറി കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ ഒന്ന് നമ്മൾ ചേഞ്ച് ആക്കി കേട്ടോ. കാരണം നമ്മുടെ വണ്ടിക്ക് പോയി കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാം എന്നതാക്കി നമ്മുടെ പ്ലാൻ. കാരണം അവിടെ റെഡ് അലേർട്ടാണേ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയിറങ്ങിയ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു കേട്ടോ. ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് എല്ലാവരും കൂടി പോയത്. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ചെന്നിട്ട് ആദ്യമായിട്ട് കാണാനായിട്ട് ഇറങ്ങുന്നൊരു പ്ലേസാണ്. കാരണം ഇത്രയും ദിവസം നമ്മൾ ട്രാവലിങ്ങും സ്റ്റേയും ഒക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇറങ്ങി ഓരോ സ്ഥലത്ത് ചെന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. ഇവിടെ നിന്ന് നമ്മൾ 2-3 റീലൊക്കെ എടുത്തു കേട്ടോ. ഈ സ്ഥലം എന്ന് പറയാനായിട്ട് അടിപൊളിയാണ്. കാരണം നല്ലൊരു റീലെടുക്കാനും ഒക്കെ പറ്റിയൊരു
Thank you very much, sir. What do you have? It's no winter. Mangi tapi, mangi cap. 20 here. It's 20 degrees. You're fine. Oh. It's too hot. Dance. Oh, like this. Kerala tradition. With the knife? No. With hand. No, let's see then. Okay, we can do it. Come on, guys. ഗൈസ് നമ്മളങ്ങനെ പുള്ളിക്ക് നമ്മുടെ കൈകൊട്ടിക്കളിയൊക്കെ കാണിച്ചു കൊടുത്തു. അതിന് ശേഷം എല്ലാവരും കൂടി ട്രെയിൻ കാണാൻ നിൽക്കുവാണ്. ഇതിൽ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങോട്ടാണ് ട്രെയിൻ നോക്കി നിൽക്കുന്നത്. പക്ഷേ ട്രെയിൻ വന്നത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ പറയുമായിരുന്നു, കാരണം എല്ലാവരും ആകാംക്ഷയോടുകൂടി ഈ സൈഡിൽ നോക്കി നിന്നിട്ട് അവസാനം ട്രെയിൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വന്നു. അതിനുശേഷം അവിടുന്ന് ട്രെയിനിങ് കണ്ടത് ഇറങ്ങിയപ്പോഴേക്കും മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഒറിജിനൽ ടോയ് ട്രെയിൻ കൂടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൽ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് പാസഞ്ചേഴ്സ് ഇറങ്ങി, ഇനി അടുത്ത പാസഞ്ചേഴ്സായിട്ടാണ് അത് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു. എല്ലാവരും ചെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. വണ്ടിയിൽ നിന്ന് ഞാൻ ചാടി ഇറങ്ങിപ്പോയി എടുത്തിട്ട് വന്ന വീഡിയോയാണിത്. അതിനുശേഷം എല്ലാവരും കൂടി വീണ്ടും വണ്ടിയിൽ കയറി നമ്മളിനി ഫുഡ് കഴിക്കാനായിട്ട് പോകുക. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഡെസ്റ്റിനേഷൻ തപ്പിയിട്ടുള്ളൊരു പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ നമുക്കൊരു സ്ഥലത്ത് കിട്ടി. അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വിളമ്പിയെടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ തുടങ്ങി. നമ്മുടെ ഫുഡെല്ലാം നമ്മൾ രാവിലെ തന്നെ നമ്മുടെ സ്റ്റേയിൻ്റെ അവിടെ നിന്ന് തന്നെ എല്ലാം റെഡിയാക്കി വണ്ടി കയറ്റിയതായിരുന്നു. അപ്പോൾ അതെല്ലാവരും എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. നിൽക്കുന്ന 2 പേരെ കണ്ടു ഗൈസ്. നമ്മുടെ കൂട്ടത്തിൽ വന്ന 2 പേര് തന്നെയാണ് കേട്ടോ. നമ്മുടെ വെള്ളം തീർന്നു പോയപ്പോഴേക്കും അവിടെ അടുത്തുള്ള വീട്ടിൽ ചെന്നിട്ട് വെള്ളം എടുക്കാനായിട്ട് പോയതാണ്. ഞാൻ നോക്കുമ്പോൾ നല്ല പരിചയമുള്ള 2 ആൾക്കാർ. അങ്ങനെ അവരും പോയി വെള്ളമൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ അതിന് തിരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുവാണ്. നമ്മളിവിടെ ഒരു പാർക്കിൽ കയറാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. കുറച്ച് ഷോപ്പിംഗ് കൂടി ചെയ്യാം. അടുത്തതായിട്ട് കേസ് നമ്മൾ ഇറങ്ങിയത് ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലാണ് കേട്ടോ. കട്ടേരി പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ കയറി അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കണ്ണിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളെന്ന് പറയത്തില്ലേ, അങ്ങനെയായിരുന്നു. കാരണം ഈ പൂക്കളൊക്കെ ഒബ്വിയസ്ലി ഗേൾസിനൊക്കെ പൂവെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാനും അതിൽ പെടുന്ന ഒരാളാണ് കേട്ടോ. എനിക്കിതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള പൂക്കളിനേക്കാളും നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് പൂക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അവരതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. കാരണം നല്ല ക്ലീൻ ആൻഡ് അടിപൊളിയായിട്ടാണ് അവരെല്ലാം അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടുത്തെ പാർക്കിലാണ്. പേര് നോക്കട്ടെ കേട്ടോ, മറന്നുപോയി. ഹോർട്ടിക്കൾച്ചറാണ്. അടിപൊളി എന്ന് വെച്ചാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സൂപ്പർ ഫ്ലവേഴ്സ്. ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് മസ്റ്റായിട്ട് വരേണ്ട ഒരു പ്ലേസാണ് കേട്ടോ ഊട്ടിയിൽ. ഫോട്ടോ എടുക്കാനാണ് പ്ലേസ് ഉള്ളത്. കാരണം മൊത്തം അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്ക് ക്യാമറയിൽ കാണിച്ചു തരാം. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ ഇവിടെ ഇവർ ഇത് കൊണ്ടു നടക്കുന്നത്. ഗൈസ് നോക്കി പൂവൊക്കെ കണ്ടിട്ട് ഞാനിതൊക്കെ വാൾപേപ്പേഴ്സിൽ മാത്രം കണ്ടിട്ടുള്ള പൂക്കളാണ്. അടിപൊളിയല്ലേ. ക്യാമറയിൽ കൂടി നമുക്ക് എന്തോരം ഭംഗി കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് റിയലി ബ്യൂട്ടിഫുൾ. ഗൈസ് ഈ പൂവൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ അങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റിൻ്റെ അങ്ങ് അറ്റത്തെത്തി. കാരണം അടിപൊളി പൂക്കളെന്നൊക്കെ പറഞ്ഞാൽ പൊള്ളി. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഗൈസ്. അവരത് വെട്ടി ഓരോ ഷേപ്പിലൊക്കെ ആക്കി വെച്ചേക്കുവാണ്. നമ്മുടെ കൂടെയുള്ള അമ്മയും പൊന്നോക്കി സിനാപ്പി ചേച്ചി ശരചേച്ചിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കി നമ്മുടെ ടീംസ് ഇല്ലേ നിൽക്കുന്നു. എല്ലാം കൂടെ അത് അവിടെ നിൽപ്പുണ്ട്. മഴയുണ്ട്, നമ്മൾ നനഞ്ഞുകൊണ്ടിരിക്കുവാണ്. മഴയൊന്നും നമുക്കൊരു പ്രശ്നമില്ല ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. കാരണം നമുക്ക് ഈ കാഴ്ചകളൊന്നും മിസ്സാക്കാൻ പറ്റത്തില്ല. കോട്ട് എടുക്കേണ്ടതായിരുന്നു, കോട്ട് വണ്ടിയിലാണ്. എന്നിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് പാസ് എടുത്തിട്ടാട്ടോ പോകുന്നത്. അഡൾട്ട്സിന് 40 റുപ്പീസും
പിള്ളേർക്ക് 20 റുപ്പീസുമാണ് ഫീസ് എൻട്രി ഫീസ് എടുക്കേണ്ടത്. മഴ നല്ല രീതിക്ക് മഴയുണ്ട്. തലയിൽ ഇതുള്ളത് കൊണ്ട് തല നനയത്തില്ല, ബാക്കി മൊത്തം നനയും. നല്ല തണുപ്പുണ്ട് കേട്ടോ മഴ കൂടിയപ്പോഴേക്കും. ഇവിടെ ഫോൺ പിടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ഫോണാണെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടും. ഇനി അച്ഛനെ ചാക്കിലിടാം. കൊള്ളാം. അച്ഛൻ എങ്ങനെയുണ്ട് ഈ പ്ലേസ്? അച്ഛൻ മഴയായ കാരണം കൊടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഗൈസ്. ഇനി അച്ഛൻ്റെ ഫോണിൽ നിന്ന് നമുക്ക് കുറച്ച് ഫോട്ടോസ്. അമ്മമാരുടെ ഫോട്ടോഷൂട്ടാണ് ഗൈസ് നിങ്ങൾ കാണാൻ പോകുന്നത്. സാഹസികമായ ഫോട്ടോഷൂട്ട്. വീടരുതേ. ആ മഴ അങ്ങ് കൂടി നല്ലൊരു മഴയായിട്ട് പെയ്തു ഗൈസ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഇതിൽ കയറി അങ്ങ് നിന്നു. കുറച്ച് നേരം മഴ ആസ്വദിച്ചു. അങ്ങനെ നിന്നതാ മഴ കുറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഗൈസ് ചുറ്റിനും കോടയായി. മൊത്തം കോടയായി. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഫുള്ള് കോടയായിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പ്, അടിപൊളി. മൊത്തം കോട കയറി ഗൈസ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് പോകുവാണ്. ഫോട്ടോഷൂട്ടും നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചതാ നമ്മൾ ഇനി തിരിച്ച് പോകുവാണ്. മൊത്തം കോട കയറി ഗൈസ്. അടിപൊളി. ഗൈസ് നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് പാർക്കിൽ നിന്ന്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാൻ ഇവിടെ ടൈം ഉണ്ടാകും. നോക്കട്ടെ, ഉണ്ടെങ്കിൽ ചെയ്യണം. നമ്മളവിടെ വിലയൊക്കെ ചോദിച്ചെങ്കിലും ചോക്ലേറ്റ് മേടിച്ചില്ല ഗൈസ്. അടുത്ത സ്ഥലത്ത് നിന്ന് മേടിക്കാമെന്നും പറഞ്ഞു പോന്നു. അപ്പോൾ ദാ നല്ല തണുപ്പല്ലേ, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാനായിട്ട് വന്നേക്കുവാണ്. ഈ കോടുള്ള ടൈമിൽ ഒരു ചായയൊക്കെ കൂടി കുടിച്ച് സെറ്റായിട്ട് നിൽക്കാം. നല്ല മഴ കൂടെ ചൂട് ചായ, ജോൺസൺ മഷിൻ്റെ പാട്ടും. ആഹാ അന്തസ്. പക്ഷെ ഇവിടെ പാട്ടില്ല, എന്നാലും മഴയും തണുപ്പും ചായയുമുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടിയിലോട്ട് കയറാനായിട്ട് പോകുവാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിലോട്ട് കയറി. പിന്നെ അങ്ങോട്ട് ഗാനമേളയായിരുന്നു ഗൈസ്. പാട്ട് നിർത്തി വെച്ച് പിന്നെ ഗാനമേളയാകാന്ന് വെച്ചു. അച്ഛൻ തന്നെ ആദ്യം തന്നെ മൈക്ക് എടുത്ത് അങ്ങോട്ട് പാട്ട് തുടങ്ങി. മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നമ്മളിപ്പോ എവിടെയാണ് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. മഴ പ്രകൃതി കാരണം ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കേറാൻ പറ്റിയില്ല.
അങ്ങനെ ആ പാട്ടും ഡാൻസും ഗാനമേളയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിൻ്റെ മുന്നിൽ ഒരു സൈഡിൽ അങ്ങോട്ട് ഒതുക്കി നിർത്തി കേട്ടോ. അവിടെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇന്ന് രാത്രിയത്തെ ഫുഡ് കഴിക്കലാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ എല്ലാവരും കൂടി നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു. ഇനി വണ്ടിയിലോട്ട് കയറി. ഗൈസ്, ഇതാണ് നമ്മുടെ കഥയിലെ ട്വിസ്റ്റ്. നമ്മൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് പോകുന്നു. പാലക്കാട് എത്തിയപ്പോഴേക്കും നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ് ഗൈസ്. രാവിലെ മോർണിംഗ് വാക്കാണ്. നമ്മുടെ വണ്ടി പണി തന്നുകൊണ്ട് നമ്മളിനി വണ്ടി റെഡിയാക്കുന്നവരെ അവിടെ നിൽക്കണം. പക്ഷേ ഇതും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഇതൊക്കെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമല്ലേ? ഞങ്ങൾ അങ്ങോട്ട് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ അതൊക്കെ. കിട്ടില്ലേ? ഇവിടെ വന്നിട്ട് പണിയെടുക്കുന്നത് ചോദിച്ചെനിക്ക് തന്നില്ല. രാവിലെ ഇനി ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള നടപടിയിലേക്ക് കടന്നു. നമ്മൾ കേരളത്തിലെത്തിയ ടൈം നമ്മുടെ കേരളത്തിലെ മിക്ക ജില്ലക്കും ഓറഞ്ച് ആൻഡ് റെഡ് അലേർട്ടായിരുന്നു. നമ്മൾ പാലക്കാടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു അന്ന് ഞങ്ങൾക്ക് ഓറഞ്ചോ റെഡ് അലേർട്ട് എന്തോ ആയിരുന്നു. എന്നാലും നമ്മൾ അവിടെ വെച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി. കാരണം നമ്മളവിടെ നിൽക്കുന്ന ടൈം നമുക്ക് ഇടവിട്ട് നല്ല രീതിക്ക് മഴ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഒറ്റക്കെട്ടായിട്ട് നിന്നു. നമ്മളവിടെ എല്ലാം ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. ശരിക്കും നമ്മുടെ ട്രിപ്പ് 2 ദിവസം ഒരു 3 ദിവസം ഒന്ന് കൂട്ടാം, അങ്ങനത്തെ ട്രിപ്പായിരുന്നു. അതിപ്പോൾ ഒരു ദിവസം കൂടി വണ്ടി കാരണം നമുക്ക് എക്സ്റ്റെൻഡ് ആയി കേട്ടോ. അപ്പോൾ അന്നത്തേക്ക് നമ്മൾ ഫുഡൊന്നും അങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പ്ലാനിങ്ങിലില്ലാത്ത കാര്യമാണല്ലോ. എന്നാലും ഏകദേശം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടാണ്ട് നമ്മൾ നിന്ന സ്ഥലം കറക്റ്റ് സ്ഥലമായിരുന്നു. കാരണം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിറച്ച് കടകളായിരുന്നു. പിന്നെ നമ്മൾ ഓരോ കടകളിൽ ചെന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ അന്ന് രാവിലെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉപ്പുമാവും പപ്പടവും ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങളീ കാണുന്നത്. ഒത്തുപിടിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ. ഈ ഒത്തൊരുമയാണ് ഗൈസ് ഞങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ. കാരണം ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് വണ്ടി കംപ്ലൈൻ്റ് ആയിട്ടും ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഒരു പരിഭവവും ഒരു പരാതിയും ഇല്ലാണ്ട് ഭയങ്കര സന്തോഷമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഒരു ട്രിപ്പിൻ്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനൊരിത് വന്നത് കൊണ്ട് നമുക്കതൊരു വേറെ എക്സ്പീരിയൻസ് കൂടെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ വണ്ടി റെഡിയായി. നമ്മളത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് പ്ലേസിലോട്ട് പോകുവാണ്. കാരണം ഒരു ദിവസം കൂടി നമ്മുടെ ട്രിപ്പ് എക്സ്റ്റെൻഡ് ആയതുകൊണ്ട് നമ്മൾ പാലക്കാട് കൂടിയല്ലേ, അന്നൊന്ന് മലമ്പുഴ ഡാം വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരോടും ഞാൻ റെയിൻ കോട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴാണ് മഴ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ശരിക്കും ഈ റെയിൻ കോട്ടിൻ്റെ ഉപകാരം ഉണ്ടായത് ഇവിടെയാണ് കേട്ടോ. നമ്മളിപ്പോൾ മലമ്പുഴയിലാണ്. മലമ്പുഴ ഡാം കാണാനായിട്ട് വന്നേക്കുവാണ്. മഴയുണ്ട്, അതാണ് എല്ലാവരും കോട്ടേൻ്റെ അകത്ത് കയറിയൊക്കെയാണ്. ഗൈസ്, ഞങ്ങൾ ഇതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുവാണ്. താഴത്തെ വല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. നല്ല പേടിയുണ്ട് ചെറുതായിട്ട് എൻ്റെ ഫോൺ. നമ്മളിപ്പോൾ പൊക്കത്തുകൂടി അയ്യോ അമ്മാടി പേടിയുണ്ട് ഗൈസ്. ഫസ്റ്റ് ടൈം ഇത് ഭയങ്കര സ്ലോയിലാണ് പോണത്. ബട്ട് ഇതെന്താ എത്താത്ത സീനാണ് ഗൈസ്. നമുക്ക് മലമ്പുഴ ഡാം കാണാൻ ഗൈസ്. ഇവിടെ മറ്റേതല്ല, ഇത് കറണ്ടി പോണ സാധനമാണ്. അതിത് പതിയെ പോണുള്ള കേസ് എങ്ങനെ സ്റ്റക്ക് ആകുവാണോ? ഇത് എത്തണില്ലേ? എടി ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ കറങ്ങി വന്നത്. അയ്യോ ഈശ്വരാ, മലമ്പുഴ ഡാം നമുക്ക് കാണാം. ഞാൻ വന്നതൊരു പേടിത്തൊണ്ടിയുടെ പോയിടാൻ പാട് നീങ്ങണില്ല. അതുകൊണ്ടുണ്ട് ഇവന്റെ കൂടെ കേസ്. ഇവര് ധൈര്യം എന്ന് പറഞ്ഞാൽ ഇവന്റെ ഇവിടേക്ക് അറിയാതെ എനിക്കുള്ള ധൈര്യം കൂടി പോയി ഇപ്പൊ പേടിച്ചിട്ട്. പണ്ടാരം കൈയൊക്കെ ഇറക്കണ കേസ്. ഫോൺ ഞാൻ എടുത്ത് ബാഗിൽ എടുത്തിട്ട് ഇതിന്റെ പുറത്തുകൂടിയുള്ള യാത്ര സൂപ്പറാണ്. ബട്ട് ഇത് ഒരു ഒരു സാധനത്തിലെത്തുമ്പോൾ ഇതിങ്ങനെ ഒന്ന് ചില ഒരു ഇളക്കമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫോൺ പിടിക്കാൻ തന്നെ പേടി. 2 കൊണ്ടാണ് പിടിക്കണത്. അമ്പാടിയുള്ള ധൈര്യത്തിലായിരിക്കണം. അവനാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. താഴത്തൊക്കെ വ്യൂ പൊളിയാ. മഴ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി സെറ്റ് ആയിരുന്നു ഗൈസ്. നല്ല രീതിക്ക് എടുക്കും. പക്ഷെ മഴയുള്ളതാണ് വേറൊരു പ്രശ്നം. റോഡൊക്കെ താഴത്ത് വീണ്ടും തിരിച്ചു പോകും. ഇനി നമ്മൾ തിരിക്കും. എനിക്ക് തിരിയുമ്പോൾ പേടിയുണ്ട്. ഞാൻ വീഡിയോ ഓഫ് ആക്കും. 15 മിനിറ്റ് എടുക്കുള്ളേ.
ജീവനി കൊതിയുണ്ട്. അടുത്ത പിള്ളേർ വരട്ടെ. സാനിമുത്തേ നമ്മുടെ പിള്ളേർ വരുന്നുണ്ട് ഗൈസ്. സാനിമുത്തേ കണ്ണാപ്പിയെ പേടിക്കണ്ട അങ്ങനെ കണ്ടാ 10 പേരായി എത്ര വിടും. കൈ സീത്താണ് ഇതിന്റെ താഴത്തെ കൂടിയുള്ള കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ നമ്മളിങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കണ്ടോ ഇതാണ് സംഭവം. ഇപ്പോഴാണ് കറക്റ്റ് വ്യൂ കിട്ടിയത്. ഇങ്ങനൊരു സ്ഥലത്തിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇരിക്കുന്നത്. ഇത് ആടുന്നുണ്ടല്ലോ. മഴ ഉള്ളതുകൊണ്ടാണെങ്കിൽ ഇല്ലെങ്കിൽ വൈബായിരുന്നു ഞാനിത്. നമ്മുടെ നിനക്ക് എങ്ങനെയുണ്ട് ഇത്? ഇഷ്ടപ്പെട്ടോ? അവനെന്റെ ജീവിതത്തിൽ കയറത്തില്ല. പക്ഷെ എനിക്ക് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഹൈറ്റ് പേടിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഹൈറ്റ് പേടിയായിട്ടും ഹൈറ്റ് ഭയങ്കര എനിക്ക് ഹൈറ്റ് പേടിയാണ്. താഴത്തോട്ട് നോക്കിയാൽ പണി കിട്ടും. പക്ഷെ നമ്മൾ ഹൈറ്റ് പേടിയാണെങ്കിൽ നമ്മൾ ഇതേപോലെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമില്ല. അതാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും പേടി വന്നത് ഇപ്പൊ ഇടക്കൊന്നിന് നിന്ന് പിന്നെ ഒരു പുഴയുടെ മലമ്പുഴ നിന്നെങ്ങാനും വീഴെങ്കിലും ചെയ്താൽ വെള്ളത്തിൽ വേണ്ടി എനിക്ക് നീന്തൽ കൂടി അറിയാം. നിനക്കറിയാവോടാ? അതാണ് നീന്തൽ പോലും അറിയത്തില്ല. അതുവരെ ഞങ്ങൾ ചിന്തിച്ചു. അത് നിന്ന നിമിഷം ഞാൻ ഒന്ന് നെഞ്ച് കത്തി ഗൈസ്. കാരണം നെഞ്ച് കത്തി. കാരണം എന്ത് ചെയ്യും ഗൈസ്, നമ്മുടെ ആൾക്കാരെല്ലാരും ഇടക്കൊക്കെ ആയിട്ട് കയറുന്നുണ്ട് കേട്ടോ. അതെ. അയ്യോ കാറ്റ് ഗൈസ്, നല്ല കാറ്റുണ്ട്. കാറ്റ് വരുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഇത് കിടന്ന് ആടുപോകുന്നു. ഇത് ഇലക്ട്രിക്കലാണ് പോകുന്നത്, മറ്റേ റോപ്പല്ല ഗൈസ്. ഇത് താഴത്ത് വെള്ളമാണ് എൻ്റെ ഫോൺ. സത്യം പറയാൻ ഞാൻ ഈ ടെൻഷൻ കൊണ്ടാണ് ഗൈസ് എന്തൊക്കെയോ ഇങ്ങനെ നിറച്ച് വളവിലാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുവാണ്. ആ സമയത്താണ് നല്ല മഴ പെയ്തു, നല്ല കാറ്റുമുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മുകളിലായതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നൈസായിട്ട് ആടുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഇല്ലാതില്ല. പിന്നെ ഏറ്റവും പേടി വരുന്ന രണ്ടാമത്തെ കാര്യം എന്താ ഇവിടെയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടി പോകുമ്പോഴാണ് നമുക്ക് പേടി വരുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ മലമ്പുഴ ഡാം. ഈ വ്യൂ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഞങ്ങളിത് സർവൈവ് ചെയ്തത് കുറച്ച് പേടിയും പക്ഷേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു റൈഡായിരുന്നു ഇത്. പിടിച്ചോണം പാടും. ഇതാണ് ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ. അടിപൊളിയായിട്ടില്ലേ? കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ നല്ല പേടിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ. അതെ, സംഭവം കൊള്ളാൻ കഴിച്ച്. നല്ല പേടിയുണ്ടെന്നില്ല ഞങ്ങൾക്ക്. എൻ്റെ ഫോൺ ഇതിൻ്റെ അടിയിൽ കൂടിയുള്ള യാത്രയാണ് സീൻ. താഴെ കാണുന്ന കാഴ്ചകളാണ് ഗൈസ് ഇതൊക്കെ. ഇതൊന്നും എനിക്ക് ഡബ് ചെയ്യേണ്ടി വരുന്നില്ല. അതാണ് ഏറ്റവും ഇതിൻ്റെ ഗൈസ്. ഇങ്ങനെ എല്ലാവരും തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞത്. അടിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. സിംഗിങ് കാറ്റതേ ഗൈസ്. നമുക്ക് ഞങ്ങൾ അടിയിൽ കൂടിയാണ് കാണിക്കുന്നത്. കാരണം പൊക്കത്താണെങ്കിൽ കണ്ടത് ഇതാണ് സംഭവം. നമ്മളിതാ നമ്മുടെ റൈഡ് കഴിഞ്ഞ് അതിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഇത് ഇറങ്ങുന്ന നേരത്തെ എനിക്ക് ഭയങ്കര ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എങ്ങനെ ഇറങ്ങുമോ, ഇറങ്ങാൻ പറ്റുമോ, ചാടണോ, ഓടണോ, വീഴുമോ, അങ്ങനെ ഭയങ്കര ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം ഇറങ്ങി, അതിന് ശേഷം എന്താ നമ്മുടെ പിള്ളേർ ഓരോരുത്തരായിട്ട് അതിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. പോവരുത് 10 പേര്. സൈഡിലോട്ട് വാ. സക്സസ്ഫുള്ളി അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി. എനിക്കും പഠിക്കും ആദ്യം പേടിയുണ്ടായി, പിന്നെ സീനില്ല. ഓരോരുത്തർ വരൂ. എങ്ങനെ ഉണ്ടായി മീര അഭിപ്രായം? അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ചെറിയൊരു പേടിയുണ്ടായി. അടിപൊളി. എന്നെ ഒന്നും പറയാനില്ല. അതിനകത്ത് കയറിട്ട് ജീവൻ കയ്യെ പിടിച്ചാണ് ഇരുന്നത്. സത്യം. പ്രിയ കാർന്നൊക്കെ താഴത്തോട്ട് നോക്കുമ്പോ ഇപ്പൊ പോവും ഞങ്ങൾ ഇതിലാണ് ഗൈസ് പോയത്. ഇത്രയും പൊക്കത്തില് പൊളി വൈബായിരുന്നു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരൊക്കെ വേറെ വഴിക്ക് പോയി ഗൈസ്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ അവർ ഗാർഡനിലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ 10 പേരാണ് അപ്പോൾ സിപ്പ് ലൈനിൽ കയറിയത്. അപ്പോൾ ഞങ്ങളിതാ ഇനി നടന്ന് ഗാർഡനിലേക്ക് പോകുവാണ്. പോണ വഴിക്ക് ഇതാ കുറച്ച് മാങ്ങയൊക്കെ മേടിച്ചു തിന്നുണ്ട്. ഇനി ഗാർഡനിൽ ചെന്നിട്ടുള്ള കാഴ്ചയൊക്കെ കാണാം കേട്ടോ. അങ്ങോട്ട് മലമ്പുഴ ഗാർഡൻ. പാർക്കാണ്. ഇത് പാർക്കാണ്.
അങ്ങനെ ഇതാ അമ്പാടിയിൽ എല്ലാം കൂടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുവാണ്. ഞങ്ങളെല്ലാവരും അവമ്പരാറായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ ഇതാ അവർ പാസ് എടുത്തിട്ട് വന്നു. ഞങ്ങൾ ഇനി പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ് ഗൈസ്. അത് നമ്മൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ട സ്ഥലത്തോട്ടാണ് ഗൈസ് നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇല്ല അത് നമുക്കൊന്ന് കുറച്ച് സെൽഫി ഒക്കെ എടുക്കണ്ടേ? This is so much beautiful place. നമുക്ക് കുറേ ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടൊക്കെ ഉണ്ടോ? നമ്മുടെ ട്രെയിൻ ഓടിക്കുന്ന ആളിത് പാസഞ്ചേഴ്സ് നോക്കട്ടെ. ഇത് നമ്മുടെ പാസഞ്ചേഴ്സ് ഒക്കെ കയറി കഴി. ഒരു കൈ പിടിച്ചു ഗൈസ്. ഇല്ലെന്നും പറഞ്ഞു. നമ്മൾ അടുത്തതായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന തൂക്കുപാലമാണ്. ഇനി ബാക്ക് ക്യാമറ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാം. ആടുന്നുണ്ടോ ഗൈസ്? മലമ്പുഴ ഡാമാണ് ഗൈസ്. അതെ, എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. നമ്മളിതിന്റെ പൊക്കത്ത് കയറാൻ പോവാണ് ഗൈസ്. അതിന്റെ പൊക്കത്ത് കയറാൻ പോവാ. ഹായ്, ഈ വെള്ളം കടന്നു പിള്ളേര് വൈബാണ് ഗൈസ്. നമ്മളിനി ഇതിന്റെ പൊക്കത്ത് കയറാൻ പോവാണ് ഗൈസ്. നമ്മൾ ഡാമിന്റെ പൊക്കത്ത് കയറാൻ പോകുവാണ്. അതിന്റെ ത്രില്ലിരിക്കാണ് ഗൈസ്. ഞങ്ങളിപ്പോ ആൾക്കാരൊക്കെ നമുക്ക് ഭ്രാന്താണത് ഗൈസ്. പടി പോലെ കുറച്ച് ഭാഗമുണ്ട്. തിന്നോണ്ട് നടക്കുന്നു. കേറണം, ഇത് കേറി 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 അവിടെയും കേറണം. അവിടെ കയറി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. ഇത് വൈബ്, പൊളി വൈബ്. നമ്മൾ ഇനിയും കയറാനുണ്ട് ഗൈസ്. ഗൈസ്, ഏതൊരു പ്രശ്നത്തിന്റെയും അവസാന പ്രതീക്ഷ നിങ്ങൾ തന്നെയാണ്. അണയാതെ സൂക്ഷിക്കുക. പിന്നെ ഇതാ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടന്നു. എന്താ ഒരു പീസ്, സമാധാനം എന്ന് പറയാം. കാരണം മൈൻഡിൽ വേറെ ഒന്നുമില്ല ഗൈസ്. അറ്റ് ദ മൊമെൻറ്റ്, ഈ മൊമെൻറ്റിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇത് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. ആ ഫ്രഷ് എയർ, അവിടുത്തെ ആ വ്യൂ, അതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. ഇനി ഇറങ്ങിയിട്ട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് വണ്ടിയിൽ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു കടയിൽ കയറിയിട്ട് ഞാനൊരു ബാഗൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട് 2 മാലയും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തു. എല്ലാവരും ഷോപ്പ് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ. അങ്ങനെ ഇതാ ഞാൻ ഏറെ നാളായിട്ട് കാത്തിരുന്ന് മേടിച്ചതാണ് ഈ ബാഗ്. അങ്ങനെ ആ ബാഗും മേടിച്ചിട്ട് തിരിച്ച് വണ്ടിയിലേക്ക്. അങ്ങനെ ദാ നമ്മുടെ ട്രിപ്പിൻ്റെ ഓർമ്മകളെല്ലാം ഇറക്കിക്കൊണ്ട് ഒരു മെലഡിയും ഇട്ട് നമ്മളിനി വീട്ടിലേക്ക്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. വണ്ടി പറഞ്ഞു വിട്ടു, ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ദാ നമ്മുടെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ നിന്ന് ഇറക്കി. അവിടെ നിന്ന് ഞങ്ങൾ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം പെറുക്കി ഒരു ഓട്ടോയും വിളിച്ച് ദാ വീട്ടിൽ വന്നു. കാരണം നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ദാ 2-3 ദിവസത്തിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിരിക്കുവാണ്. അങ്ങനെ ദാ നമ്മുടെ വീട്ടിൽ വന്നു. ബാഗൊക്കെ ഒരിടത്ത് വെച്ചു. ഇനി അതിൽ നിന്നൊക്കെ ഒന്ന് അടുക്കി പെറുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഊട്ടി ട്രിപ്പ്. അപ്പോൾ ഇനി എല്ലാവരും കൂടെ കിടിക്കോട്ടോ, സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.